വലിയ പരിചരണമോ വളപ്രയോഗങ്ങളോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ധാരാളം പൂക്കൾ ലഭിക്കുന്ന, പല നിറത്തിലുള്ള പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് 10 മണി ചെടികൾ എന്ന് പറയുന്നത്. 10 മണി ചെടികൾ നമ്മൾ ചെടിച്ചട്ടികളിൽ നടുമ്പോൾ നല്ല വായുവിസ്താരം കൂടിയ ചെടിച്ചട്ടികൾ തിരഞ്ഞെടുക്കുക. അതുപോലെ നല്ല നീർവാഴ്ചയുള്ള ചട്ടികളായിരിക്കണം. ഇപ്പോൾ ഞാൻ ഈ ടൈപ്പിലുള്ള ഒരു ചെടിച്ചട്ടിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഇതിൻ്റെ ഹോളുകളുണ്ടല്ലോ, വെള്ളം വാർന്നു പോകാനുള്ള ഹോളുകൾ, ഇത് അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ടൈലിൻ്റെ പീസോ ഓടിൻ്റെ കഷ്ണങ്ങളോ നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഇവിടെ പോട്ടി മിക്സിനായിട്ട് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന മണ്ണ്, അതുപോലെ ചകിരിച്ചോറ്, കുറച്ച് മാത്രം ചാണകപ്പൊടി, പിന്നെ എല്ലുപൊടിയുമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ചാണകപ്പൊടി ഞാൻ കുറച്ച് മാത്രം ഉപയോഗിക്കണമെന്ന് പറഞ്ഞത്, ചാണകപ്പൊടി കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിനിടയിലായിട്ട് കളകൾ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ധാരാളമായിട്ട് കളകൾ വളർന്നു വരും. അതുകൊണ്ട് ചാണകപ്പൊടി കുറച്ച് മാത്രം ഉപയോഗിക്കുക, എല്ലുപൊടി കുറച്ച് കൂടുതൽ ഉപയോഗിക്കുക. പിന്നീട് ചകിരിച്ചോറും നല്ലതായിട്ട് ഉപയോഗിക്കുക. ഇതിന് ശേഷം നമ്മൾ ഈ പോട്ടി മിക്സ് നിറച്ചതിന് ശേഷം നമുക്ക് 10 മണിയുടെ കട്ടിങ്ങുകൾ ചെറിയ പീസുകളായിട്ട് നമുക്ക് നട്ട് കൊടുക്കുക. അതിനുശേഷം നനച്ച് കൊടുക്കുക. ഇപ്പോൾ ധാരാളം പൂക്കൾ ലഭിക്കാനായിട്ട് ഇതിന് നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്. അപ്പോൾ സൂര്യപ്രകാശമുള്ള സ്ഥലങ്ങളിൽ വെക്കുക. അപ്പോൾ മഴക്കാലങ്ങളിൽ ഇത് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ മഴക്കാലങ്ങളിൽ നമ്മളിത് ഷെയ്ഡുകളിലേക്കോ അല്ലെങ്കിൽ മഴ ലഭിക്കാത്ത മറയുള്ള സ്ഥലങ്ങളിലേക്കോ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ബുഷിയായിട്ട് നന്നായിട്ട് വളർന്നു വരും. ഇപ്പോൾ ഈ 10 മണി ചെടികൾ. അപ്പോൾ ഇതിന് പൂക്കൾ ലഭിക്കാനായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. 2 ആഴ്ച മാസത്തിലൊരിക്കലും ഒന്ന് പ്രൂൺ ചെയ്യണം. ഇങ്ങനെ ബുഷിയായിട്ട് വരുമ്പോൾ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അപ്പം ധാരാളം ശിഖരങ്ങൾ വരികയും ധാരാളം പുഷ്പങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഗാർഡനിങ് വളരെ മെയിൻ്റനൻസ് കുറച്ച് ധാരാളം മനോഹരമാക്കാൻ പറ്റുന്ന ധാരാളം പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് മോസ് റോസ് എന്നറിയപ്പെടുന്ന 10 മണി ചെടി.